നമസ്കാരം. ഓരോ വ്യക്തികൾക്കും ശുഭകരമായതും അനുകൂലമായ സമയങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ നല്ല കാലത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യത്തിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായ ചില സൂചനകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. നിങ്ങൾ സ്വപ്നം കണ്ട ഒരുപാട് കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നും അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമേശ്വരനെ വന്ദിക്കുക, അല്ലെങ്കിൽ ഇഷ്ടദേവതയെ ഒരു നിമിഷം നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി വന്ദിക്കുക. നിങ്ങൾ സ്വപ്നം കണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളിലാണ് പലപ്പോഴും നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാനുള്ള മുഹൂർത്തം തന്നെയാണ്, അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. വളരെ നല്ല ഒരു തുടക്കം എളുപ്പത്തിൽ തോൽവി സംഭവിക്കാൻ തയ്യാറല്ലാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും മുന്നോട്ട് പോകും എന്ന തീരുമാനമാണ്, അത്തരത്തിൽ തീരുമാനം നിങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പല ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ കാര്യങ്ങളുടെയും അതിർവരമ്പുകൾ തന്നെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ സംഭവിച്ചതായ പല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്രകാരം കാണുന്നു. ജീവിതത്തിൽ പലപ്പോഴായി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ പലപ്പോഴും സഹായിച്ചിട്ടുള്ളത്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഭഗവാൻ തന്നെ ചില അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും അതുവഴി നേടുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണുന്നു. പക്വതയോടെയും മനോബലത്തോടെയും തീരുമാനങ്ങൾ എടുക്കുന്നവരും അല്ലെങ്കിൽ ഇനി അത്തരത്തിൽ എടുക്കുവാൻ സാധിക്കുന്നവരായി നിങ്ങൾ മാറും എന്ന് കാണുന്നു. ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത്തരം അനുകൂലമായ അല്ലെങ്കിൽ സ്വീകാര്യമായ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. പല ക്ലേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് അതിജീവിച്ച് നിങ്ങൾ ഇവിടം വരെ എത്തി എന്നതും അത്ഭുതകരമായ ഒരു കാര്യമാണ്. അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്. ശുദ്ധമായ മനസ്ഥിതി മാത്രമാണ് നിങ്ങൾക്ക് സമ്പാദ്യമായിട്ടുള്ളത്. ഉള്ളു തുറന്ന് മറ്റുള്ളവരെ വിശ്വസിച്ചതിന് നിങ്ങൾ കുറെ അനുഭവിച്ചു. ഒരുവിധം അത്തരം കാര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിതം കരയ്ക്കെത്തിക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പല അബദ്ധങ്ങളും ചതിവുകളും സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അഥവാ നിങ്ങൾ അറിയുന്നുണ്ട്. എത്ര മിടുക്കോടെ പ്രവർത്തിച്ച വ്യക്തികളായിരുന്നു നിങ്ങൾ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. പലരും അപ്രകാരം പരാമർശിക്കുന്നുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി തന്നെ നിങ്ങൾ സത്യസന്ധമായി ചെയ്യുവാൻ ശ്രമിച്ചിട്ടുള്ളവർ തന്നെയാണ്. എന്നാൽ പൂർണ്ണമായും ചെയ്തതായ ആ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും അനുകൂലമായ കാര്യങ്ങൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതല്ല. എന്നാൽ അതിൽ വിഷമിക്കേണ്ട എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം അതിനപ്പുറം അതിനേക്കാൾ കൂടുതൽ വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഭഗവാന്റെ സന്ദേശം. സ്വന്തം ശ്രമത്തിലൂടെ പിടിച്ച് നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് കഠിനമായ പരിശ്രമങ്ങളുമാകാം. പല വ്യക്തികൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്കായി പലവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ളവരാണ്. വ്യക്തിയായോ സാമ്പത്തികമായോ ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും അവർ നിങ്ങളുടെ നല്ല മനസ്സിലാക്കിയിട്ടുള്ളതല്ല. അത് പലപ്പോഴും മറ്റുള്ളവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ വ്യക്തികൾക്ക് പോലും അത് സാധിച്ചിട്ടില്ല എന്നത്
ദുഃഖകരമായ സാഹചര്യം തന്നെയാകുന്നു. പക്ഷേ മനസ്സിന് സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സഹകരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നു. സമാധാനം, മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്തുവാൻ വേണ്ടി പരമാവധി നിങ്ങൾ സഹകരിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്ന് കാണുന്നു. നിങ്ങൾക്ക് അർഹതപ്പെട്ട പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ്. പരീക്ഷണകാലം മാത്രമായി ഇതിനെ നിങ്ങൾ കണ്ടാൽ മതി എന്നാണ് സന്ദേശം. ഭഗവാൻ അഥവാ വിശ്വസിക്കുന്ന ശക്തിയാണ് നിങ്ങളെ നിലനിർത്തിയിട്ടുള്ളത് എന്നതും നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം തന്നെയാകുന്നു. ഇനി മുൻപോട്ടും നന്നായി തന്നെയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് സാധ്യമാകും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അത് സത്യമായി തീരും. വിശ്വാസം നിങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല. അത് പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാകുന്നു. വിഷാദം അനുഭവിക്കുന്നവർക്കും തകർന്ന് പോയവർക്കും ആശ്വസിപ്പിക്കുവാൻ ഭഗവാൻ നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണ്ടതാണ്. പലർക്കും അത് ജീവിതത്തിൽ അനുഭവഭേദ്യമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ സാന്നിധ്യം പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളുടെ രക്ഷയ്ക്കായി എത്തും എന്ന വിശ്വാസം മാത്രം മതി നിങ്ങൾക്ക്. ആശ്വാസം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ ഇതിലൂടെ സാധിക്കും. ക്ഷീണിതരായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ശക്തി ഏറുന്നതായ സാഹചര്യം വന്നു ചേരും. നിങ്ങളെ ദുഃഖം സന്തോഷത്തിലേക്ക് വഴിമാറും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വരുത്തേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ തിടുക്കം പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉത്സാഹത്തോടെ തന്നെ നിങ്ങൾ മുൻപോട്ട് ഇറങ്ങുകയാണ് എങ്കിൽ, പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ ഉത്സാഹത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പോവുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. മനസ്സിലുള്ളത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ തന്മൂലം സാധിക്കുകയും ചെയ്യും. അതിനുള്ള ശക്തി നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അത് ഒരു സൂചന തന്നെയാണ്, ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ പ്രധാനപ്പെട്ട സൂചന. അതിനാൽ മനസ്സിലുള്ള പല കാര്യങ്ങളും സാക്ഷാത്കരിക്കുവാൻ ഭഗവാന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും എന്ന സൂചനയാണ് കാണുവാൻ സാധിക്കുന്നത്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത് നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം അഥവാ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കാത്തതായി മാറും. മുൻപോട്ട് തന്നെ പോകണം എന്ന ചിന്ത ഓരോ നിമിഷവും നിങ്ങളിൽ ഉണ്ടാക്കേണ്ടത്, വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. മുന്നോട്ടുള്ള വഴിയിൽ വിലങ്ങുതടിയായി നിൽക്കുന്നത് വ്യക്തികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആകാം. ആരാണ് എങ്കിലും വഴിമാറുന്ന സാഹചര്യമാണ് സംജാതമാവുക. അത് ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം തന്നെയാകുന്നു. നിങ്ങൾക്ക് എതിരാളികളാണ് പലപ്പോഴും മുന്നോട്ടുള്ള പാതയിൽ തടസ്സങ്ങൾ, വിഘാതം സൃഷ്ടിച്ചിട്ടുള്ളത്. മുൻപും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ അവർ ചെയ്യുന്നതായ കർമ്മങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ അവർക്ക് വന്നു ചേരും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത്. എങ്കിൽ അവർക്ക് തന്നെ തിരിച്ചടികൾ വന്നു ചേരും, അല്ലെങ്കിൽ അത്തരം തിരിച്ചടികൾ വന്നുകൊള്ളും എന്നാണ് സൂചന. എടുത്തുചാട്ടമോ കോപമോ വേണ്ട. ആലോചിച്ചുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സുരക്ഷിതമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൂചന. സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. സമാധാനത്തോടെ നിലനിൽക്കുവാനുള്ള വഴി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ തെളിയിച്ച് തരുന്നതാണ്. അത്തരത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം, ആശീർവാദം നിങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നിങ്ങൾക്ക് പ്രകടമായി തീരും.
ഏവരും ഭഗവാനെ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക. പോസിറ്റീവായ ചിന്തകൾ വളർത്തിക്കൊണ്ടുവരണം. നെഗറ്റീവായ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതും അനിവാര്യമാകുന്നു.